സുഹൃത്തുക്കൾക്ക് സ്നേഹം. പ്രശസ്ത കഥാകാരൻ സുരേഷ് കുമാർ വി എഴുതിയ കഥയിൽ ഇങ്ങനെ പറയുന്നുണ്ട്: ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം ആൾക്കൂട്ടമാണ്. കഥാകാരനോടുള്ള കടപ്പാട് അറിയിച്ചുകൊണ്ട് നാടകം തുടങ്ങുന്നു. തങ്കനീലം. പക്ഷികളെ പിടിക്കുന്നത് എളുപ്പമല്ല.
കാട്ടുപക്ഷികളായാലും നാട്ടുപക്ഷികളായാലും അവ ഇങ്ങനെ പതുങ്ങിയിരിക്കുമ്പോൾ നമ്മളും അതുപോലെ പതുങ്ങി ചെല്ലണം. നമ്മുടെ നീക്കമറിഞ്ഞ് അവ പറക്കാൻ തുടങ്ങുന്നതിന് തൊട്ട് മുൻപേ അവയെ പിടിക്കണം. പാടില്ല. അവറ്റകളുടെ കരച്ചൽ ദുരിതമായിരിക്കും. അപ്പോഴും പാടില്ല. സുമൻ, ഈ പക്ഷി വേട്ടക്കാരൻ റുബാപ്പയുടെ മകളാണെന്നേ ഓർമ്മ വേണം. അതെ, ഞാൻ പക്ഷി വേട്ടക്കാരൻ റുബാപ്പയുടെ മകളാണ്. സുമൻ, നീ ഭംഗിയുള്ളൊരു പക്ഷിയാണ്. എപ്പോൾ വേണമെങ്കിലും പറന്നു പോയേക്കാവുന്ന പക്ഷി. ഉറങ്ങിക്കോ, നിന്റെ നാടിന്റെ ഓർമ്മയിലൂടെ സുഖമായി ഉറങ്ങിക്കോ. പക്ഷേ നീ പറക്കാൻ തുടങ്ങുന്നതിന് തൊട്ടമുമ്പ് നിനക്കറിയാലോ, ബാബ മരിച്ചതിൽ പിന്നെ അമ്മ എത്ര കഷ്ടപ്പെട്ടാണ് ഞങ്ങളെ വളർത്തുന്നത്. ലിയാനെ പഠിപ്പിച്ച് ഒരു നല്ല നിലയിലാക്കണം. ജമീന്ദാരുടെ കടം വീട്ടിയിട്ട് വീട് സ്വന്തമാക്കണം. അതിനൊക്കെ എനിക്ക് ജോലിക്ക് പോയേ തീരുള്ളൂ. അതിനൊക്കെ ഇനി എത്ര കാലം പിടിക്കും? നീ പോയി അവിടെ എത്തിയാൽ എന്ന് നിനക്ക് തോന്നുന്നുണ്ടോ? എന്ന് ഞാൻ പറഞ്ഞോ? നിന്നെ വിവാഹം ചെയ്ത് നിന്റെ കുഞ്ഞുങ്ങളെ വെച്ചുപോറ്റ് ജീവിക്കണമെന്ന് തന്നെയാണ് നിന്റെ മാർഗം. പിന്നെന്താ? വേട്ടക്കാരുടെ കുടുംബാണ് അവൻ്റെത്. മൃഗങ്ങളെ വേട്ടയാടുന്ന പോലെ മനുഷ്യനെ വേട്ടയുടെ മടിക്കിലവൻ. ശ്രമിക്കാൻ വേണ്ടി പറഞ്ഞതല്ല ഞാൻ. സമയങ്ങളിടവാ
ജോലി നോക്കുന്നത്? ഇവിടെ നീ മാത്രമാണോ പാർക്കടയിൽ ജോലി നോക്കുന്നത്? ഇവിടെ നീ മാത്രമാണോ പാർക്കടയിൽ ജോലി നോക്കുന്നത്? അല്ലല്ലോ. നീ എന്താ ഒന്നും മിണ്ടാത്തെ? ഒരു മീറ്റിംഗ് വെച്ചാൽ കൃത്യസമയം പാലിക്കാൻ ഒരുത്തിക്ക് കഴിയില്ലെന്ന് വെച്ചാൽ ഒരു മണിക്കൂറി കാര്യമല്ലോ. എന്താ എന്താ അവളുടെ പേര്? അവർക്ക് പീരിയഡ്സ് കുഴപ്പമുള്ളതുകൊണ്ടാണ് ഇപ്പൊ വൈകുന്നത്. അതെല്ലാം മാസമുള്ളതല്ലേ? ബാക്കിയുള്ളവരവിടെ അവർ ഡ്യൂട്ടിയിലാണ് സർ. വന്നല്ലോ തങ്കനീലം. സർ, തന്നീലം എന്നാണ് എന്റെ പേര്. തന്നീലം. എന്തായാലും നീലല്ലേ? അല്ലേ? നിന്നോട് മാത്രമല്ല എല്ലാവരോടും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ചെയ്യുമ്പോൾ മാർഗം പൂർത്തിച്ച് നിർത്തണം. കേട്ട് കഷ്ടി മുട്ടിന് വേണ്ടി നിർത്തണം. കസ്റ്റമേഴ്സിനോട് കൊഞ്ചാനും കോഴയാനും നിൽക്കരുത്. ടിപ്പ് കോമൺ ഓഫീസർ പലപ്പോഴും നിങ്ങൾക്ക് തെറ്റിക്കുന്നു. സർ, ഇവിടെ പതിവായി വരുന്ന കവിയോട് നിനക്ക് എന്താണ് കടുപ്പം? അയാൾ എന്റെ നാട്ടുകാരുടെ കൂടിയാണ് സർ. നാട്ടുകാരനോ വീട്ടുകാരനോ ആരായാലും അധികം അടുക്കരുത്. അങ്ങനെ വല്ലതും സംഭവിച്ചാൽ നാട് കാണില്ല. ഒരുത്തി ഡ്യൂട്ടി സമയത്ത് ഫോൺ എടുത്തുകൂടാന്ന് അറിയില്ലേ? മാത്രമല്ല നിങ്ങളുമായി അധികം സംസാരിക്കുന്നത് മാനേജർ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്തിനാണ് എന്നെ വിളിച്ചത്? എന്ത് കുഴപ്പം? നമ്മുടെ നാട് രണ്ടായി വെട്ടിമുറിക്കപ്പെട്ടു. ആകാശവും വായുവും വരെ രണ്ടായി പകുത്തു. എന്താ എന്താ സംഭവിച്ചത്? കലാപമാണ്, വംശീയ കലാപം. ഇരു കൂട്ടരും തമ്മിൽ വെട്ടിമറിക്കുകയാണ്. പണ്ടേക്കും ഭരണാധികാരം ഉണ്ടാക്കി വെച്ച വെട്ടിമുറിക്കലിന്റെ ബാക്കി മാത്രം. ജാതിക്കാരെയും ഗോത്രക്കാരെയും തിരഞ്ഞു വിളിച്ച് കൊല്ലുകയാണ്. കലാപത്തിന് നേതൃത്വം കൊടുക്കുന്നവരാണ് ആ വെട്ടക്കാരന്മാർ. നിന്റെ അമ്മയെ അവരും കൂട്ടരും എന്താ എന്താ നീ പറഞ്ഞേ?
ഈ പക്ഷി വേട്ടക്കാരൻ പുറത്തായിരുന്നല്ലോ അവർക്കറിയോ? ഇല്ല, ഞാൻ അറിയിച്ചിട്ടില്ല. പക്ഷേ അവൾ പറന്നു പോവില്ല. അവനവന്റെ വീട്ടിലും നാട്ടിലും പലതും നടക്കുന്നുണ്ടാവും. അതിന്റെയൊക്കെ പേരിൽ ആത്മഹത്യക്ക് ശ്രമിച്ചാൽ വല്ലതും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ഥാപനത്തിന് എത്ര വലിയ ചീത്ത പേരാകുമായിരുന്നു. അവളുടെ വീട്ടിൽ കലാപം നടത്തുകയാണ്. അവന്റെ അമ്മയെ അയച്ചൊക്കെയാണ്. അതിനെ ഇവരുടെ ചത്തിരുന്നെങ്കിൽ എന്താണെന്ന് നമ്മളെല്ലാവരും ചെയ്ത് മാനസികമായി പീഡിപ്പിച്ചതല്ലേ വാർത്തവയ്ക്ക ചാവാട്ടൽ നന്നായി. ഓ, എന്നിട്ട് എന്താ ഇവിടെ അമ്മ ചത്തോ? അല്ല, കൊന്നു. എന്റെ കാമുകനടക്കമുള്ള ആളുകൾ കടിച്ചു കീറി കൊന്നു. എവിടെയാണ് അടിക്കുന്നതെന്ന് എനിക്കറിയില്ല. ഓ, അനിയത്തി ചെയ്യുന്നവരുണ്ട് അല്ലേ? എന്താ സാധനങ്ങൾ വേണം? എങ്കിൽ ചെല്ല്. അവിടെയാണ് അവിടുത്തെ ക്യാമ്പിൽ മൂത്രം പോലും പോകാതെ ആദ്യമായി നീര് വന്ന് വീട്ട് ഒരു 15-കാരി പെണ്ണ് ലിയ, എന്റെ അനിയത്തി മരണവും കാത്ത് കിടപ്പുണ്ട്. പോയി ഉപയോഗിക്ക്. അങ്ങനെ പലരും ഉപയോഗിച്ച് ലിയ. എത്രമാത്രം വേദന അനുഭവിച്ചായിരിക്കും. മലമുകളിലെ ദൈവങ്ങളും താഴ്വാരങ്ങളിലെ ദൈവങ്ങളും ഒന്നും അവർക്ക് തുണയായില്ല. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ആയുധം എന്താണെന്നറിയോ? ആൾക്കൂട്ടം. ആൾക്കൂട്ടമാണ് ഏറ്റവും വലിയ ആയുധം. അത് തന്നെയാണ് അവിടെ ഇല്ലാതാക്കിയത്. ഇന്ന് നമ്മുടെ ദിവസം. നാട് നമ്മുടേതാവണം. അവരുടെ ഒരു പെണ്ണും മാനത്തോടെ ജീവിക്കരുത്. ഓ, അതൊരു തള്ളച്ചിയാ. ഒരു നനഞ്ഞ
കൊച്ചു പെണ്ണ് എന്റെ അളിയ ചേച്ചി എനിക്ക് വേദനിക്കുന്നേ. എന്തൊക്കെയായിരുന്നു ഞാൻ അവളെ കൊണ്ട് ഒരു അവളൊരു ചേച്ചി കെട്ടി അവളൊരു ചേട്ടനാവില്ല എന്നാണ് ഇവിടെ വിചാരം. പക്ഷേ നമുക്ക് വേണ്ടി നമുക്കൊരു ശരീരം ഇങ്ങോട്ട് വരുന്നതിന്റെ മൂവാലക്കുന്നിൽ വെച്ച് അവൻ പറഞ്ഞിരുന്നു ഇംഫാലൊരു കൈത്തറി കച്ചവടം. അവൻ തീർന്നു. ഒരു പെണ്ണിന്റെ തോക്കിൽ നിന്നുതിർന്ന വെടിയുണ്ട്. അവൻ കൊല്ലപ്പെട്ടു. അത് നീ എങ്ങനെ അറിഞ്ഞു? നിന്നോട് ഡ്യൂട്ടി സമയത്ത് ഫോൺ വെക്കുന്നു പറഞ്ഞില്ലേ? അറിയാനുള്ള നമ്മുടെ അവകാശത്തിന്റെ ചെലവ് കുറിച്ച് കളയുന്നതോടെ നമുക്കൊരു യജമാനനുണ്ടെന്ന തിരിച്ചറിവുണ്ടാവും. അതുമുതൽ നമ്മൾ നിശബ്ദരാവും. വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കും. കൂട്ടമായി നടന്നവർ ഒറ്റയൊറ്റയായി നടക്കാൻ ചിന്തിക്കും. നോക്ക്, ഈ നഗരം എന്റെ മുത്തശ്ശി പറഞ്ഞു തരാനുള്ള കഥകളിലെ കൂറ്റല്ലാകട്ടെ പോലെ ഇണയുന്നത് കാണുന്നില്ലേ? അവ പ്രാഞ്ചെടുത്ത് ദിക്കുകളായി നിൽക്കുമെന്ന് ഓടിച്ചത് കാണുന്നില്ലേ? ഓരോ ഗ്രാമവും ചുട്ടിരിക്കുന്നത് കാണുന്നില്ലേ? ആദ്യത്തിന് വേണ്ടി തീക്കാറ്റ് പോലും സ്പർശിക്കാനുള്ള തത്തയും ഉയരങ്ങളിലേക്ക് എനിക്കൊന്ന് പറക്കണം. എനിക്ക് പടങ്ങൾ പോക്കി 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 പോകണം. സമ്മാനമായി തന്നത്. ഈ വളകൾ ക്രിസ്മസിന് വാങ്ങിച്ചത്. എനിക്ക് ചെറുകൾ മുളയ്ക്കുന്നു. എനിക്ക്